ഇംഗ്ലീഷ് പഠിക്കുവാനും ഇംഗ്ലീഷിൽ നന്നായിട്ട് സംസാരിക്കുവാനും ആഗ്രഹിക്കുന്നവർ എങ്ങനെയാണ് ഇംഗ്ലീഷ് ഭാഷ പഠിക്കേണ്ടത്? വളരെ ഉപകാരപ്രദമാകുന്ന 3 രീതികൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. 3 methods. Method 1. Train your brain with English. എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിലെ ലാംഗ്വേജ് സിസ്റ്റം മലയാള ഭാഷയ്ക്ക് വേണ്ടി പരിശീലനം ലഭിച്ചത്? മലയാള ഭാഷയ്ക്ക് എങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ ലാംഗ്വേജ് സിസ്റ്റം വിധേയമായത്? അതുപോലെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വേണ്ടി നമ്മുടെ ബ്രെയിനിലെ ലാംഗ്വേജ് സിസ്റ്റത്തെ നാം പരിശീലിപ്പിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വേണ്ടി ബ്രെയിൻ ലാംഗ്വേജ് സിസ്റ്റത്തെ പരിശീലിപ്പിക്കുക? തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ ചിന്തിക്കുക, ഇംഗ്ലീഷിൽ ആലോചിക്കുക. ഇതാണ് ഒരേ ഒരു മാർഗം. നമ്മുടെ നിത്യജീവിതത്തിലെ ആശയങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ ശ്രമിക്കുക. നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ, നമ്മുടെ ഒരു റിയൽ ലൈഫിലെ, സിറ്റുവേഷണൽ ലൈഫിലെ ദിനേന നാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, മലയാളത്തിൽ ആശയവിനിമയം നടത്തുന്ന കാര്യങ്ങൾ നാം ഇംഗ്ലീഷിൽ കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നാം അതൊരു ശീലമാക്കി മാറ്റുമ്പോൾ, ഇംഗ്ലീഷിൽ ചിന്തിക്കുന്ന, ആശയങ്ങൾ ഇംഗ്ലീഷിൽ നിർമ്മിക്കുന്ന ഒരു ശീലം നമ്മളിൽ വളർത്തിയെടുക്കുമ്പോൾ, നമ്മുടെ ബ്രെയിനിലെ ഭാഷാ നിർമ്മാണത്തിന്റെ, ഭാഷാ ഉൽപാദനത്തിന്റെ, ഭാഷാ ചലനങ്ങളുടെ, ഭാഷ മനസ്സിലാക്കുന്നതിന്റെ ബ്രെയിനിലെ ഭാഗമായ ബ്രോക്കസ് ആൻഡ് വെർണിക്കസ് ഏരിയ, ആ ബ്രോക്കസ് ആൻഡ് വെർണിക്കസ് ഏരിയയിലെ ന്യൂറോൺസ് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഫയർ ചെയ്യാൻ തുടങ്ങും. എങ്ങനെയാണ് ഇത്രയും കാലം ബ്രോക്കസ് ആൻഡ് വെർണിക്കസ് ഏരിയയിലെ ന്യൂറോൺസ് മലയാളത്തിന് വേണ്ടി ഫയർ ചെയ്ത് അത് വയർഡായി, അങ്ങനെ മലയാളത്തിന്റെ ഒരു കണക്ഷൻസ്, മലയാളത്തിന്റെ ഒരു സിനാപ്റ്റിക് കണക്ഷൻസ് അവിടെ രൂപീകരിച്ചത് കൊണ്ടാണ് മലയാളം ഇത്ര എളുപ്പത്തിൽ, ഇത്ര ആത്മവിശ്വാസത്തോടെ, ഇത്ര അനായാസത്തോടെ നാം കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ അതേ മെത്തേഡ് നാം ഇംഗ്ലീഷിൽ ചിന്തിക്കുമ്പോൾ, ഇംഗ്ലീഷിൽ ആലോചിക്കുമ്പോൾ, സ്വാഭാവികമായിട്ട് നമ്മുടെ ബ്രോക്കസിലെ ന്യൂറോൺസ് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഫയർ ചെയ്യാൻ തുടങ്ങും. ഇംഗ്ലീഷിൻ്റെതായ ഒരു സിനാപ്റ്റിക് കണക്ഷൻസ് രൂപപ്പെടാൻ തുടങ്ങും. ന്യൂറോ സയൻസിൽ എഴുതി വെക്കപ്പെട്ട ഒരു നിയമമുണ്ട്, ന്യൂറോൺസ് വിൽ ഫയർ ടുഗദർ ആൻഡ് വയർ ടുഗദർ. അങ്ങനെ നാം നിരവധി തവണ ഇംഗ്ലീഷിലെ ആശയങ്ങൾ ചിന്തിച്ച് നിർമ്മിക്കുമ്പോൾ ഇംഗ്ലീഷിന്റെ കണക്ഷൻസ് അവിടെ രൂപപ്പെടുന്നു. അതാണ് നാം നമ്മുടെ ബ്രെയിനെ ഇംഗ്ലീഷുമായിട്ട് പരിശീലിപ്പിക്കേണ്ടത്. അപ്പോൾ നാം ചെയ്യേണ്ടത് എന്താണ്? തിങ്ക് ഇൻ ഇംഗ്ലീഷ്. തിങ്ക് ഇൻ ഇംഗ്ലീഷ്. അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ യു തിങ്ക് ഇൻ ഇംഗ്ലീഷ്. അതാണ് ഒന്നാമത്തെ മെത്തേഡ്. മെത്തേഡ് 2. ട്രെയിൻ യുവർ ടങ് വിത്ത് ഇംഗ്ലീഷ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ഒരുപാട് അവയവങ്ങൾ, ആ അവയവത്തിനെല്ലാം ഓരോ ധർമ്മമുണ്ട്, ഓരോ ഫംഗ്ഷനുണ്ട്. കണ്ണുകൾ നാം കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നു, ചെവികൾ കേൾക്കാൻ വേണ്ടി, കാലുകൾ നടക്കാൻ വേണ്ടി. അങ്ങനെ സംസാരിക്കാനും നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുണ്ട്, ഓർഗൻസ് ഓഫ് സ്പീച്ച്. ആ ഓർഗൻസ് ഓഫ് സ്പീച്ചിലെ സംസാര അവയവങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നമ്മുടെ നാവ്. ഫണ്ടമെന്റൽ സ്പീച്ച് ഓർഗനാണ് നമ്മുടെ ടങ്. നീണ്ട വർഷങ്ങൾ, നമുക്കറിയാം, നീണ്ട വർഷങ്ങൾ, കുട്ടിക്കാലം മുതൽ നാം നമ്മുടെ നാവിനെ ശീലിപ്പിച്ചത് മലയാള ഭാഷയാണ്. നാം നമ്മുടെ നാവിനെ പരിശീലിപ്പിച്ചത് മലയാള ഭാഷയാണ്. നാം മലയാളത്തിൻ്റെതായ ഒരു സൗണ്ട്സ് ആൻഡ് സീക്വൻസ് ഓഫ് സൗണ്ട്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നീണ്ട വർഷങ്ങളായിട്ട്. അതുകൊണ്ട് നമ്മുടെ നാവ് മലയാള ഭാഷയ്ക്ക് വേണ്ടി ട്രെയിൻഡ് ആണ്. നമ്മുടെ മൗത്തിൽ, നമ്മുടെ വാഴയിൽ, നമ്മുടെ നാവിൻ്റെ ദിശ മലയാളത്തിൻ്റെതായ ദിശകളിലേക്ക് ചലിച്ച്, മലയാളത്തിൻ്റെ മാത്രം ദിശയും റൂട്ട്സും വഴികളും മാത്രം സുപരിചിതമായ നമ്മുടെ നാവിന് പെട്ടെന്ന് ഇംഗ്ലീഷ് പറയുമ്പോൾ ഒരു സ്റ്റംബിൾ, ഒരു സ്റ്റക്ക് ഫീലിംഗ് ഉണ്ടാവുന്നത്. നമ്മുടെ നാവ് പിടിച്ചു വലിക്കാനുള്ള കാരണം നമ്മുടെ നാവിന് ഇംഗ്ലീഷിൻ്റെ റൂട്ട്സുകൾ അറിയില്ല, ഇംഗ്ലീഷിൻ്റെ ദിശകൾ നമ്മുടെ നാവിന് പരിചയമില്ല. എല്ലാ ഭാഷക്കും അതിൻ്റെതായ ഒരു സെറ്റ് ഓഫ് പാറ്റേൺസ് ഉണ്ട്.
സെറ്റ് ഓഫ് വേസ് ഉണ്ട് ഏതൊരു ഭാഷക്കും. അറബി ഭാഷയ്ക്ക് അതിൻ്റെ ഒരു സെറ്റ് ഓഫ് പാറ്റേൺസ് ഉണ്ട്, ഹിന്ദി ഭാഷയ്ക്ക് അതിൻ്റെ ഒരു സെറ്റ് ഓഫ് പാറ്റേൺസ് ഉണ്ട്, മലയാളത്തിന് അതിൻ്റെതായ ഒരു സെറ്റ് ഓഫ് പാറ്റേൺസ് ആൻഡ് സെറ്റ് ഓഫ് വേസ് ഉണ്ട്, ഇംഗ്ലീഷിനും അതിൻ്റെതായ ഒരു സെറ്റ് ഓഫ് പാറ്റേൺസ് ഉണ്ട്. അപ്പൊ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ ആ ഭാഷ ആഗ്രഹിക്കുന്ന ഒരു സെറ്റ് ഓഫ് പാറ്റേൺസ്, ഒരു സെറ്റ് ഓഫ് വേസ് ഉണ്ട്. ആ വേസിന് നമ്മുടെ നാവ് വിധേയമാകുമ്പോഴാണ് നമ്മുടെ ഇംഗ്ലീഷ് സ്പോണ്ടാനിയസ് പ്രൊഡക്ഷൻ നമ്മുടെ നാവിൽ നിന്നുണ്ടാവുക. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ നാവ് വർഷങ്ങളായിട്ട് ശീലിച്ച ഒരു ഹാബിറ്റ് മലയാളത്തിന്റെ ഹാബിറ്റാണ്. നമ്മുടെ നാവിന് അറിയുന്ന ഒരു കൾച്ചർ, ഒരു സംസ്കൃതി, ഒരു സംസ്കാരം, അത് മലയാളത്തിന്റെ സംസ്കാരമാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മുടെ നാവിനെ ഇംഗ്ലീഷിന്റെ ദ കൾച്ചർ ഓഫ് ഇംഗ്ലീഷ് ഇൻസ്റ്റെഡ് ഓഫ് ദ കൾച്ചർ ഓഫ് മദർ ടങ് നാം പഠിപ്പിക്കണം, നാം ശീലിപ്പിക്കണം. ഇംഗ്ലീഷിന്റെ ഹാബിറ്റ് ഓഫ് ഇംഗ്ലീഷ് നാം നമ്മുടെ നാവിനെ പഠിപ്പിക്കണം. We need to teach the habit of English. അങ്ങനെ നാം ചെയ്യാൻ നാം പ്രധാനമായിട്ടും ചെയ്യേണ്ടത് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഓപ്പൺ അപ്പ് യുവർ മൗത്ത് ആൻഡ് സ്പീക്ക് അപ്പ് സംതിങ് ഇൻ ഇംഗ്ലീഷ് എവറി ഡേ. അപ്പോ സ്വാഭാവികമായിട്ട് നമ്മുടെ നാവ് ഇംഗ്ലീഷിന്റെ റൂട്ട്സുകളിലേക്ക്, ദിശകളിലേക്ക് സഞ്ചരിച്ച് നാം സംസാരിക്കുമ്പോൾ നാം സംതിങ് we need to read aloud. നമ്മൾ ഒത്തിരി ഒച്ചത്തിൽ ശബ്ദം നമ്മുടെ ചെവികൾ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുക. അങ്ങനെ ഇംഗ്ലീഷിൽ വായിക്കുക, ഉച്ചത്തിൽ വായിക്കുക, ഇംഗ്ലീഷിൽ പറയുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ നാവ് ഇംഗ്ലീഷിന്റെ ഒരു ഹാബിറ്റിന്, ഇംഗ്ലീഷിന്റെ ഒരു കൾച്ചറിന് വിധേയമാകും. അതാണ് trying our tongue with English എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Method 3. Trying our ears with English language. നമ്മുടെ ചെവികൾ ഇത്രയും കാലം മലയാളം കേട്ട്, മലയാളം ശ്രവിച്ച്, നമ്മുടെ സൗണ്ട് സിസ്റ്റം മലയാളത്തിൻ്റെതായ ഒരു രീതിക്ക് വിധേയമാണ്. അപ്പോൾ നാം എന്ത് ചെയ്യണം? നാം ഇംഗ്ലീഷിൻ്റെ ഒരു സൗണ്ട് പാറ്റേൺ, ഇംഗ്ലീഷിലെ കൺവേഴ്സേഷൻ, ഇംഗ്ലീഷിലെ കമ്മ്യൂണിക്കേഷൻ, ഇംഗ്ലീഷിലെ ന്യൂസ് റീഡിങ്, ഇംഗ്ലീഷിലെ ലിസണിങ് മോഡ്യൂൾസ് നമ്മൾ ദിനേന കേൾക്കുക. അങ്ങനെ ഇംഗ്ലീഷിൻ്റെ ഒരു കേൾവി നമ്മുടെ ശീലമാക്കി മാറ്റുക. അങ്ങനെ ഇംഗ്ലീഷിൽ നാം കേൾക്കുമ്പോൾ നമുക്കറിയാം, ലിസണിങ് ഈസ് ദ കീ ടു സ്പീക്ക്. അപ്പം സ്പീക്കിങ്ങിന്റെ ഒരു കീ ആണ് ലിസണിങ്. അപ്പൊ ഇംഗ്ലീഷിൽ ലിസൺ ചെയ്യുക എന്നുള്ള ഒരു ഹാബിറ്റ് നാം വളർത്തിയെടുക്കണം. അങ്ങനെ നമ്മുടെ ബ്രെയിനെ ഇംഗ്ലീഷുമായി ട്രെയിൻ ചെയ്ത്, നമ്മുടെ നാവിനെ ഇംഗ്ലീഷുമായി ട്രെയിൻ ചെയ്ത്, നമ്മുടെ ഇയേഴ്സിന് ഇംഗ്ലീഷുമായി ട്രെയിൻ ചെയ്ത് സെർട്ടൻ പീരിയഡ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഭാഷയെ നമ്മൾ സമീപിക്കുമ്പോൾ, ആ ഭാഷയുടെ ഒരു പാറ്റേൺസും ആ ഭാഷയുടെ ഒരു വേസും നമ്മുടെ ഈ ഓർഗൻസ് ഓഫ് സ്പീച്ചുമായിട്ട് സുപരിചിതമാകുമ്പോൾ നമ്മളിൽ ആ ഭാഷ വളരെ ആത്മവിശ്വാസത്തോടെ നാം അത് കൈകാര്യം ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക്, ഒരു വെൽ കോൺഫിഡന്റ് ആൻഡ് സൂപ്പർ അമേസിംഗ് കമ്മ്യൂണിക്കേറ്റർ ഇൻ ഇംഗ്ലീഷ് ആയി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും നിങ്ങൾക്കിത് പരിശീലിച്ച് നോക്കാവുന്നതാണ്. Thank you all of you watching this video.